ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 7 ബുധനാഴ്ചയാണ്. US മാർക്കറ്റുകൾ വീണ്ടും പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. ഇന്ന് ഓപ്പൺ ചെയ്ത ഏഷ്യൻ മാർക്കറ്റുകൾ പോസിറ്റീവിൽ തന്നെയാണ്. ഇന്നലെ ടെക് സൈഡിൽ വിപ്രോ ADR ഏകദേശം 3% മുകളിൽ നേട്ടമുണ്ടാക്കി. ഇൻഫോസിസ് 1.5% നേട്ടത്തിൽ ക്ലോസ് ചെയ്തു. ഗിഫ്റ്റ് നിഫ്റ്റി സൂചിപ്പിക്കുന്നത് 130 മുതൽ 140 പോയിന്റ്സിന്റെ ഒക്കെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് നിഫ്റ്റിയിൽ ഉണ്ടായിരിക്കുക. നല്ലൊരു ഓപ്പണിംഗ് ആണ് നമുക്ക് ലഭിക്കുക. എന്നാൽ ഫെബ്രുവരി 1, 2, 5 എന്നീ ദിവസങ്ങളിലെ പോലെ ഒരു ഡൗൺ സൈഡ് വരുമോ എന്ന് നമുക്ക് നോക്കണം. എല്ലാ ഡാറ്റയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവസാനം വരെയും വീഡിയോ കാണുക. എങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലേക്കാണ്. ആദ്യം RBIയുടെ മോണിറ്ററി പോളിസി ഈ വരുന്ന വ്യാഴാഴ്ചയാണ് നടക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയിലേക്ക്. ഇന്ത്യയുടെ പോളിസി നിരക്കുകൾ വ്യാഴാഴ്ച തുടർച്ചയായ 6ാമത്തെ മീറ്റിംഗിലും മാറ്റമില്ലാതെ തുടരാൻ സാധ്യതയുണ്ട് എന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നു. പണപ്പെരുപ്പം RBIയുടെ ടാർഗറ്റിലേക്ക് എത്താത്തതുകൊണ്ടും സാമ്പത്തികമായി വിവേകപൂർണമായ ബഡ്ജറ്റ് ആയതുകൊണ്ടും RBIയുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനിൽ ഒരു വഴിത്തിരിവ് ഉണ്ടാകും എന്ന് നിക്ഷേപകർ ഉറ്റുനോക്കുന്നു. റോയിറ്റേഴ്സ് പോൾ അനുസരിച്ച് സെൻട്രൽ ബാങ്ക് 6.50% റിപ്പോ റേറ്റ് നിലനിർത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. RBIയുടെ പണപ്പെരുപ്പം ടാർഗറ്റായി 4% മുകളിലാണ്. ഇനി നമ്മൾ നിക്ഷേപകർ ഉറ്റുനോക്കുന്നത് RBIയുടെ റേറ്റ് കട്ടാണ്. ജൂൺ അല്ലെങ്കിൽ ഓഗസ്റ്റ് മാസത്തിൽ ഒരു റേറ്റ് കട്ട് ഉണ്ടാകും എന്നാണ് IDFC ഫസ്റ്റ് ബാങ്കിലെ സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. എന്തായാലും ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് ഈ ആഴ്ചയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇവന്റ് തന്നെയാണ്. വ്യാഴാഴ്ചയാണ്. നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. മറ്റൊരു വാർത്തയിലേക്ക്. ഒക്ടോബർ ഡിസംബർ കാലയളവിൽ ഇന്ത്യൻ കൺസ്യൂമർ ഗുഡ് സെക്ടറിൽ സെയിൽസ് വോളിയം ഗ്രോത്ത് സംബന്ധിച്ച ഒരു വാർത്ത മാർക്കറ്റ് റിസർച്ചർ നിസൽ സെങ്കിന്റെ ഒരു റിപ്പോർട്ടിലേക്കാണ്. ഇന്ത്യൻ കൺസ്യൂമർ ഗുഡ്സിന്റെ വളർച്ച കഴിഞ്ഞ ക്വാർട്ടറിൽ 8.6%. അത് ഒക്ടോബർ ഡിസംബർ ക്വാർട്ടറിൽ 6.4% കുറഞ്ഞു. 2023 ആദ്യമായി നഗര ഗ്രാമ പ്രദേശങ്ങൾ തമ്മിലുള്ള അന്തരം കുറഞ്ഞു. മുൻപാദങ്ങളിലെ അപേക്ഷിച്ച് ഗ്രാമീണ വളർച്ച 5.8%, നഗര വളർച്ച 6.8%. മൊത്തത്തിലുള്ള മാന്ദ്യത്തിന് കാരണം ചെറുകിട ഷോപ്പുകളിലെ വിൽപ്പന കുറവാണ്. ബിസ്ക്കറ്റ്, നൂഡിൽസ് തുടങ്ങിയ വിഭാഗങ്ങളിൽ നന്നായി പുരോഗതി കാണുന്നുമുണ്ട്. ഇനി അദ്ദേഹം പ്രതീക്ഷിക്കുന്നത് Q4ൽ കൺസ്യൂമർ ഗുഡ് സെഗ്മെന്റ് 4.5% മുതൽ 6.5% വരെയുള്ള വളർച്ച നേടുമെന്നാണ്. ഇനി ഈ സെക്ടറിലുള്ള കമ്പനികൾ ITC, HUL, നെസ്ലെ, ബ്രിട്ടാനിയ, ഗോദ്രേജ് കൺസ്യൂമർ പ്രൊഡക്ട്സ്, ഡാബർ എന്നീ കമ്പനികളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെയാണ്. മറ്റൊരു വാർത്ത മോർഗൻ സ്റ്റാലിയുടെ ഒരു റിപ്പോർട്ട് സംബന്ധിച്ചതാണ്. മോർഗൻ സ്റ്റാലിയുടെ അഭിപ്രായത്തിൽ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസായ ഓയിൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്, ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ തുടങ്ങിയ കമ്പനികൾക്ക് ആഗോളതലത്തിൽ ഇന്ധന ആവശ്യകതയിൽ അതിവേഗം വളരുന്ന വിപണിയാണ് ഇന്ത്യ എന്ന് പറയുന്നു. ഇലക്ട്രോണിക് വാഹനങ്ങളുടെ വിൽപ്പന കൂടുന്നുണ്ടെങ്കിലും ഇപ്പോഴും പെട്രോൾ, ഡീസൽ വാഹനങ്ങളുടെ വിൽപ്പനയിൽ കുറവില്ല എന്ന് റിപ്പോർട്ടിൽ പറയുന്നു. മറ്റൊരു കാര്യം കൂടി ഈ റിപ്പോർട്ടിൽ പറയുന്നത് സ്റ്റേറ്റ് ഓൺഡ് എന്റർപ്രൈസുകൾ സമീപകാലത്ത് ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കമ്പനികളുടെ കൂടുതൽ പ്രോഫിറ്റബിലിറ്റിക്കും എഫിഷ്യൻസി കൂട്ടാനും ഇത് സഹായിച്ചിട്ടുണ്ട്. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ഓയിൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, BPCL എന്നീ കമ്പനികൾ 6% മുകളിലും BPCL 5% മുകളിലും ഉയർന്നാണ് ക്ലോസ് ചെയ്തത്. മറ്റൊരു വാർത്തയിലേക്ക്. 2025 സാമ്പത്തിക വർഷത്തിലെ ധനക്കമ്മി ലക്ഷ്യം അച്ചീവ് ചെയ്യാൻ സാധിക്കില്ല എന്ന് ഫിച്ച് റേറ്റിംഗ് ഏജൻസി പറഞ്ഞിരിക്കുന്നു. ആ വാർത്തയിലേക്ക്. ഫിസ്ക്കൽ ഡെഫിസിറ്റ് ടാർഗറ്റായ 5.1% 30 ബേസിസ് പോയിന്റിന് നഷ്ടമാവും എന്നാണ് ഫിച്ച് റേറ്റിംഗ് ഏജൻസി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ആ വാർത്ത ഒരു നെഗറ്റീവായിട്ടുള്ള വാർത്ത തന്നെയാണ്. ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളാണ് ഇവിടെ ചുരുക്കി ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. മാത്രമല്ല നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ തന്നെ ലൈക്കും ചെയ്യുക. നിഫ്റ്റിയിലേക്ക് 21,929.72% ഉയർന്നാണ് ക്ലോസ് ചെയ്യുന്നത്. ഡെയിലി ആൻഡ് ഹവർലി മൊമെന്റം ഇൻഡിക്കേറ്ററുകൾ ഒരു പോസിറ്റീവ് ക്രോസ് ഓവറാണ് കാണിക്കുന്നത്. ബൈ സിഗ്നൽ ആവാനുള്ള സാധ്യതയാണ് അത് സൂചിപ്പിക്കുന്നത്. ഇനി നിഫ്റ്റിയുടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലെ ഫോളിനെ പറ്റിയാണ് നമ്മൾ നോക്കുന്നത്. ഫെബ്രുവരി 1 ഇൻട്രാഡേ ഹൈയിൽ നിന്നും നിഫ്റ്റി ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് പോലെ 126 പോയിന്റ്സാണ് ഇടിഞ്ഞത്. ഫെബ്രുവരി 2 നിഫ്റ്റി ഇൻട്രാഡേ ഹൈയിൽ നിന്നും 273 പോയിന്റ്സ് ഇടിയുകയുണ്ടായി. ഫെബ്രുവരി 5 നിഫ്റ്റി ഇൻട്രാഡേ ഹൈയിൽ നിന്നും ഇടിയുകയുണ്ടായി. ഏകദേശം 200 പോയിന്റ്സാണ് ഇടിഞ്ഞത്. ഈ ചാർട്ട് നമ്മളിവിടെ കാണിച്ചത് നിഫ്റ്റിയുടെ ഹയർ ലെവലിൽ നല്ല സെല്ലിംഗ് പ്രഷർ കാണുന്നു എന്നത് സൂചിപ്പിക്കാനാണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 22,000 എന്ന റേഞ്ച് തന്നെയാണ്. ഇപ്പോൾ പറഞ്ഞതുപോലെ ഫെബ്രുവരി 2 22,000 എന്ന റേഞ്ചിൽ നിന്നും ഒരു ഷോർപ്പ് റിവേഴ്സൽ നമ്മൾ സാക്ഷ്യം വഹിച്ചതാണ്. അതുകൊണ്ട് തന്നെ ആ ലെവൽ നിങ്ങൾ പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കുക. സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷനും സെക്ടർ റൊട്ടേഷനും നമുക്ക് മാർക്കറ്റിൽ കാണാൻ സാധിക്കും.
ഡൗൺ സൈഡിൽ 21,730 മുതൽ 21,700 വരെയുള്ള ഒരു സോൺ പ്രധാനപ്പെട്ടതാണ്. മാത്രമല്ല അതിന് താഴേക്ക് മാർക്കറ്റ് പോവുകയാണെങ്കിൽ 20 DMA ഉള്ള സോണായ 21,650 റേഞ്ച് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്സൈഡിലേക്ക് വന്നാൽ 22,100 മുതൽ 22,130 വരെയുള്ള സോൺ ക്രൂഷ്യലാണ്. അടുത്തത് നിഫ്റ്റിയുടെ ഡേ ക്യാൻഡിലേക്ക്. ഒരു ഹാമർ ക്യാൻഡിലിന് സമാനമായ ക്യാൻഡിലാണ് ഫോം ആയിരിക്കുന്നത്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റയിലേക്ക് കോൾ സൈഡിലും പുട്ട് സൈഡിലും മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ സ്ട്രൈക്കുകളിലേക്കാണ്. ആദ്യം കോൾ സൈഡിൽ 22,500 ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 22,600 അതിനുശേഷം 22,200 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിലേക്ക് വന്നാൽ 21,700 സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം 21,900 അതിനുശേഷം 21,800 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് പ്രകാരം റെസിസ്റ്റൻസിന് സാധ്യതയുള്ളത് 22,200 സപ്പോർട്ടിന് സാധ്യതയുള്ളത് 21,700 മുതൽ 21,800 വരെയുള്ള സോണുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങൾ പരിശോധിക്കാം. ആദ്യം ATM സ്ട്രൈക്കായ 21,950 235% വർധനമാണ് പുട്ട് സൈഡിൽ കാണുന്നത്. അതായത് നല്ല ഒരു ലോങ് ബിൽഡപ്പ് അവിടെ കാണാം. കോൾ സൈഡിലേക്ക് വന്നാൽ 6% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പാണ് ആ സ്ട്രൈക്കിലുള്ളത്. 21,900 സ്ട്രൈക്കിൽ 152% വർധനവ് പുട്ട് സൈഡിൽ കാണാം. ലോങ് ബിൽഡപ്പാണ് പുട്ട് സൈഡിലുള്ളത്. ഇനി കോൾ സൈഡിലേക്ക് വന്നാൽ 10% ഇടിവ്, ഒരു ഷോർട്ട് കവറിംഗ് ആണ് ആ സ്ട്രൈക്കിലുള്ളത്. 22,000 സ്ട്രൈക്കാണ് അടുത്തത്. 30% വർധനവ് കോൾ സൈഡിൽ കാണാം, ഷോർട്ട് ബിൽഡപ്പാണ് ആ സ്ട്രൈക്കിലുള്ളത്. 43% വർധനവ്, ഒരു ലോങ് ബിൽഡപ്പ് പുട്ട് സൈഡിലും കാണാം. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം പുട്ട് സൈഡാണ് കൂടുതൽ സ്ട്രോങ് എന്ന് കാണാം. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 45,690 0.29% ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റി കഴിഞ്ഞ 3 ദിവസമായി നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പുൾ ബാക്കിനുള്ള സാധ്യത കൂടുതലാണ്. സപ്പോർട്ടിന് സാധ്യതയുള്ളത് 45,370, റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 46,500 മുതൽ 46,800 വരെയുള്ള ഒരു സോണാണ്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. ആദ്യം 47,000 ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ബാങ്ക് നിഫ്റ്റിയിൽ 47,500 സ്ട്രൈക്കിലാണ് കോൾ സൈഡിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 46,000 പുട്ട് സൈഡിലേക്ക് വന്നാൽ 44,000 ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനുശേഷം 45,000 അതിനുശേഷം 45,500 സ്ട്രൈക്കിലുമാണ്. അടുത്തത് ഇന്ത്യ വിക്സിലേക്ക് 15.78 എന്ന നിലയിൽ 1% മുകളിൽ ഉയർന്നാണ് ഇന്ത്യ വിക്സ് ക്ലോസ് ചെയ്യുന്നത്. അടുത്ത സെഗ്മെന്റിലേക്ക്. ഇന്നത്തെ സ്റ്റോക്ക് ന്യൂസുകളിൽ ആദ്യം Q3 റിസൾട്ടുകളിലേക്കാണ്. ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ് Q3യിൽ നെറ്റ് പ്രോഫിറ്റായി വന്നിരിക്കുന്നത് 555.66 കോടി രൂപയാണ്. നെറ്റ് പ്രോഫിറ്റിൽ 40.4% ഒരു ഷാർപ്പ് ഫോളാണ് ഇയർ ഓൺ ഇയറുമായി കമ്പയർ ചെയ്യുമ്പോൾ വന്നിരിക്കുന്നത്. റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ 1.4% ഇയർ ഓൺ ഇയറിൽ വർധനവുണ്ടാക്കി 4,256 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. എന്തായാലും കൺസ്യൂമർ ഗുഡ് സെഗ്മെന്റിലുള്ള കമ്പനികളെ സംബന്ധിച്ച് അത്ര നല്ലൊരു റിസൾട്ട് അല്ല. അത് നമ്മൾ മാർക്കറ്റ് ന്യൂസിൽ പറഞ്ഞതുമാണ്. മറ്റൊരു കമ്പനി NLC ഇന്ത്യയാണ്. ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിൽ നെറ്റ് പ്രോഫിറ്റ് 250.4 കോടി രൂപയാണ്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 406.7 കോടി രൂപ നഷ്ടത്തിലായിരുന്നു കമ്പനി ഉണ്ടായിരുന്നത്. റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ 14% ഇടിവാണ് കാണുന്നത്. 3,164 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. മറ്റൊരു റിസൾട്ട് വന്ന കമ്പനി നൈക്കയാണ്. FSN ഇ-കൊമേഴ്സ് വെഞ്ചേഴ്സ് നെറ്റ് പ്രോഫിറ്റ് ഇയർ ഓൺ ഇയറുമായി കമ്പയർ ചെയ്യുമ്പോൾ 106% വർധനവാണ് വന്നിരിക്കുന്നത്. ഈ വർഷം നെറ്റ് പ്രോഫിറ്റ് ഉള്ളത് 17.5 കോടി രൂപയിലാണ്. റവന്യൂ വർദ്ധിച്ചിട്ടുണ്ട്, 22% ഉയർന്നത്. 1,788.8 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. നല്ലൊരു റിസൾട്ട് തന്നെയാണ് നൈക്കയിൽ നിന്ന് വന്നത്. അടുത്തത് ബയോകോൺ ഫാർമസ്യൂട്ടിക്കൽസ്. കമ്പനിക്ക് US FDA നിന്ന് ഡാഷാറ്റിനിബ് ടാബ്ലറ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള താൽക്കാലിക അനുമതി ലഭിച്ചു എന്നൊരു പോസിറ്റീവായിട്ടുള്ള വാർത്ത. മറ്റൊരു കമ്പനി കൊടാക് മഹീന്ദ്ര ബാങ്കാണ്. കൊടാക് മഹീന്ദ്ര ജനറൽ ഇൻഷുറൻസ് കമ്പനിയുടെ 70% ഓഹരികൾ ന്യൂറിച്ച് ഇൻഷുറൻസ് കമ്പനി ഏറ്റെടുക്കുന്നതിന് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയിൽ നിന്ന് അനുമതി ലഭിച്ചു എന്നൊരു വാർത്ത. അടുത്തത് NTPC. നോൺ ഫോസിൽ ശേഷി മൊത്തം ശേഷിയുടെ 50% വർദ്ധിപ്പിക്കുമെന്ന് കമ്പനി പ്രതീക്ഷിക്കുന്നു. കൂടാതെ വരും വർഷങ്ങളിൽ വൈദ്യുതി ഉൽപ്പാദനത്തിൽ ഇരട്ട അക്ക വളർച്ച പ്രതീക്ഷിക്കുന്നതായും കമ്പനി പറയുകയുണ്ടായി. ഇനി ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ: അശോക് ലൈലാൻഡ്, ഹിന്ദുസ്ഥാൻ കോപ്പർ, ഇന്ത്യ സിമെന്റ്, ഇൻഡസ് ടവേഴ്സ്, നാഷണൽ അലുമിനിയം, UPL, സി എന്റർടൈൻമെന്റ് എന്നീ കമ്പനികളാണ്. ഇനി ഇന്ന് റിസൾട്ട് വരുന്ന കമ്പനികൾ: ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട്സ്, പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, നെസ്ലെ ഇന്ത്യ, ലൂപ്പിൻ, മണപ്പുറം ഫിനാൻസ്, അപ്പോളോ ടയേഴ്സ്, അശോക ബിൽഡ്കോൺ, ബോറോസിൽ റിന്യൂവബിൾസ്, കുമിൻസ് ഇന്ത്യ, ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, JK പേപ്പർ, പരാഗ് മിൽക്ക് ഫുഡ്, പ്രോട്ടീൻ, ഗവൺമെൻറ് ടെക്നോളജീസ്, ശോഭ, ട്രെൻഡ്, സുവാരി അഗ്രോ കെമിക്കൽസ് എന്നീ കമ്പനികളുടെ റിസൾട്ടുകളാണ് വരുന്നത്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകളാണ് ഇവിടെ ഷെയർ ചെയ്ത്.
മറ്റൊരു കാര്യമുള്ളത് രാവിലെ 7:30 നമ്മുടെ ഡെയിലി മാർക്കറ്റ് ന്യൂസ് എല്ലാ ദിവസവും മാർക്കറ്റിലെ ദിവസങ്ങളിൽ ഉണ്ടായിരിക്കുന്നതാണ്. മാത്രമല്ല എല്ലാ ദിവസവും യൂട്യൂബ് ലൈവും ഉണ്ടായിരിക്കുന്നതാണ്. രാവിലെ 11:30 മുതൽ 3:30 വരെയാണ് ലൈവ് ഉണ്ടായിരിക്കുക. അപ്പോൾ രാവിലെ നമ്മുടെ എഡ്യൂക്കേഷണൽ വ്യൂസ് 9 മണി മുതൽ തന്നെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ഷെയർ ചെയ്യുന്ന F&O സ്റ്റോക്കുകളുടെയും സ്വിംഗ് സ്റ്റോക്കുകളുടെയും പെർഫോമൻസ് അനാലിസിസിലേക്കാണ്. ആദ്യം നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത സ്വിംഗ് സ്റ്റോക്കുകളിലേക്കും അതിൻ്റെ പേഴ്സൻറ്റേജിലേക്കും പോകാം. ആദ്യം ജംന ഓട്ടോ 116.8 എന്ന നിലയിലാണ് എൻട്രി എടുത്ത് 132 വരെ സ്റ്റോക്ക് അപ്പായി. ജനുവരി 30 സ്റ്റോക്കിൽ നമ്മൾ എൻട്രി എടുക്കുന്നത്. കേവലം കുറച്ച് ദിവസം കൊണ്ട് 13% മുകളിൽ നമുക്ക് പ്രോഫിറ്റായി മാത്രം ലഭിച്ചു. മറ്റൊരു സ്റ്റോക്ക് HCL ടെക് ആയിരുന്നു. 1566 എന്ന നിലയിൽ എൻട്രി എടുത്തു. 1626 വരെ സ്റ്റോക്ക് അപ്പായി. ജനുവരി 31 സ്റ്റോക്കിൽ എൻട്രി എടുക്കുന്നത്. 3.6% ഉണ്ടായിരുന്നത് നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുകയും ചെയ്തു. മറ്റൊരു ടാർഗറ്റ് ഹിറ്റ് ചെയ്ത സ്റ്റോക്ക് MMTC ആയിരുന്നു. 90.4 എന്ന നിലയിൽ എൻട്രി എടുത്ത് 100.7 വരെ സ്റ്റോക്ക് അപ്പായി. വെറും ഒരു ദിവസം കൊണ്ട് നമുക്ക് 11.3% പ്രോഫിറ്റായി MMTCയിൽ ലഭിച്ചത്. ഇനി ഇൻട്രാഡേയിൽ തന്നെ നല്ല പ്രോഫിറ്റിലേക്ക് വന്ന കുറച്ച് സ്റ്റോക്കുകളുണ്ട്. അതിലേക്ക് IOB 66.9 എന്ന നിലയിൽ എൻട്രി എടുത്ത് 69.8 വരെ സ്റ്റോക്ക് അപ്പായി. ഏകദേശം 4% മുകളിൽ നമുക്ക് ഇൻട്രാഡേയിൽ പ്രോഫിറ്റായി മാത്രം ലഭിച്ചു. മറ്റൊരു സ്റ്റോക്ക് പെട്രോനെറ്റ് ആയിരുന്നു. 288 എന്ന നിലയിൽ എൻട്രി എടുത്ത് 293 വരെ സ്റ്റോക്ക് അപ്പായി. 2% അടുത്ത് നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു. സിയറ്റ് ലിമിറ്റഡ് 2665 എന്ന നിലയിൽ എൻട്രി എടുത്തു. 2729 വരെ സ്റ്റോക്ക് അപ്പായി. 2% മുകളിൽ നമുക്ക് ഇൻട്രാഡേയിൽ പ്രോഫിറ്റായി മാത്രം ലഭിച്ചു. അടുത്തത് ബയോകോൺ 301.5 എന്ന നിലയിൽ എൻട്രി എടുത്തു. 307 വരെ സ്റ്റോക്ക് അപ്പായി. 2% അടുത്ത് നമുക്ക് ബയോകോണിലും പ്രോഫിറ്റായി ലഭിച്ചു. എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ഷെയർ ചെയ്ത സ്വിംഗ് സ്റ്റോക്കുകളുടെ ഒരു പെർഫോമൻസിലേക്കാണ് നമ്മൾ പോയത്. നമ്മുടെ ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഗ്ലോബൽ മാർക്കറ്റ് സെഗ്മെന്റിൽ ആദ്യം FIDA ആക്ടിവിറ്റി. FIS 92 കോടി രൂപയ്ക്കാണ് വീണ്ടും ഇന്നലെ ബൈ ചെയ്തത്. DIs ആവട്ടെ 1096 കോടി രൂപയ്ക്ക് വീണ്ടും ബൈ ചെയ്തു. FIS ബൈയിങ്ങിൽ തന്നെയാണ് എന്നത് പ്രതീക്ഷ നൽകുന്നു. US മാർക്കറ്റിലേക്ക് വൻകിട US കമ്പനികളുടെ റിസൾട്ടുകൾ പലിശ നിരക്ക് കുറയ്ക്കുന്നതിനെക്കുറിച്ചുള്ള നെഗറ്റീവായ ഫാക്ടേഴ്സ് ഇല്ലാതാക്കിയതോടെ മാർക്കറ്റുകൾ വീണ്ടും ഉയർന്നു. ഡൗ ജോൺസ് 0.37% ഉയർന്നത്. നാസ്ഡാക്ക് 0.07% ഉയർന്നു. S&P 500 0.23% ഉയർന്നുമാണ് ഇന്നലെ ക്ലോസ് ചെയ്തത്. ഇന്നലെ US നിന്നും ഫെഡ് പ്രസിഡന്റുകളുടെ ഒരു സ്പീച്ചിനെ കുറിച്ചുള്ള വാർത്തയാണ് ആദ്യം തന്നെ പറയുന്നത്. മിന്നപ്പോളിസ് ഫെഡ് പ്രസിഡന്റ് നീൽ കഷ്കരി പറഞ്ഞത് സെൻട്രൽ ബാങ്ക് ഈസ് നോട്ട് ഡൺ യെറ്റ് എന്നാണ് പറഞ്ഞത്. പക്ഷേ ഫെഡറേഷന്റെ 2% ലക്ഷ്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. മറ്റൊരു ഫെഡ് പ്രസിഡന്റിന്റെ അഭിപ്രായത്തിലേക്ക് കൂടി വരാം. ക്ലേവ്ലാൻഡ് ഫെഡ് പ്രസിഡന്റ് ലോറേറ്റ മെസ്റ്റർ അഭിപ്രായപ്പെട്ടത് പണപ്പെരുപ്പത്തിന്റെ അനിശ്ചിതത്വം കാരണം റേറ്റ് കട്ടിന്റെ സമയം നിർദ്ദേശിക്കാൻ താൻ തയ്യാറല്ല എന്നവർ പറഞ്ഞു. ഈ 2 പ്രസ്താവനകൾ തന്നെയായിരുന്നു ഇന്നലെ US മാർക്കറ്റുകളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടത്. വാരാന്ത്യത്തിൽ ജെറോം പവൽ പറഞ്ഞ കാര്യങ്ങൾ സ്ഥിരീകരിക്കുകയായിരുന്നു ഇവർ രണ്ടുപേരും. ഏർണിംഗ് സൈഡിലേക്ക് വന്നാൽ ഓട്ടോമേക്കർ ഫോർഡ് ഫോർത്ത് ക്വാർട്ടർ എസ്റ്റിമേറ്റുകളെ ബീറ്റ് ചെയ്തതിനെ തുടർന്ന് 6% ഉയരുകയുണ്ടായി. ഇന്ന് US നിന്നും പുറത്തു വരാനിരിക്കുന്ന റിസൾട്ടുകൾ മീഡിയ കമ്പനിയായ ഡിസ്നി, ഊബർ, പേപാൾ എന്നീ കമ്പനികളുടെ റിസൾട്ടുകളാണ് വരുന്നത്. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം കൂടി നോക്കാം. ആദ്യം IT സെക്ടർ തന്നെയായിരുന്നു ഇന്നലെ വലിയ നേട്ടമുണ്ടാക്കിയത്. വിപ്രോ 3% മുകളിൽ ഉയർന്നു. ഇൻഫോസിസ് 1.48% ഉയർന്നാണ് ക്ലോസ് ചെയ്തത്. ബാങ്കിംഗ് സൈഡിൽ HDFC ബാങ്ക് 1% നേട്ടമുണ്ടാക്കിയപ്പോൾ ICICI ബാങ്ക് 0.49% ഉയർന്നു. ആക്സിസ് ബാങ്ക് 0.62% ഇടിഞ്ഞുമാണ് ഇന്നലെ ക്ലോസ് ചെയ്തത്. ഡോക്ടർ റെഡ്ഡി 0.54% ഉയർന്നും ക്ലോസ് ചെയ്തു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന US മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഡൗ 0.03% ഇടിവിലാണ്. S&P 500 0.01% ഇടിഞ്ഞും നാസ്ഡാക്ക് 0.01% ഇടിഞ്ഞുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അടുത്തത് യൂറോപ്യൻ വിപണി. UK മാർക്കറ്റ് FTSE ഇന്നലെ ക്ലോസ് ചെയ്യുന്നത് 0.90% നേട്ടത്തിലായിരുന്നു. CAC ഇന്നലെ ക്ലോസ് ചെയ്ത് 0.65% ഉയർന്നു. ഡാക്സ് 0.76% ഉയർന്നു. സ്റ്റോക്ക് 600 0.70% ഉയർന്നുമാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ഓയിൽ ആൻഡ് ഗ്യാസ് സ്റ്റോക്കുകളാണ് ഇന്നലെ അവിടെ നേട്ടമുണ്ടാക്കിയത്. 2% മുകളിൽ ഉയർന്നു. UBS റിസൾട്ടുകൾക്ക് ശേഷം 4.4% ഇടിഞ്ഞു. BP കമ്പനി 5.7% ഉയരുകയും ചെയ്തു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഡാക്സ് ഇപ്പോൾ 0.08% ഉയർന്നു. CSE 0.07% ഉയർന്നു. FTSE ഒരു മ്യൂട്ടഡ് അവസ്ഥയിലുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഏഷ്യൻ മാർക്കറ്റുകൾ. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സമ്പദ് വ്യവസ്ഥയായ ചൈന
അതിന്റെ ഇക്വിറ്റികളിലുള്ള വിൽപ്പന തടയാൻ വേണ്ടി നടപടികൾ സ്വീകരിച്ചതിനെ തുടർന്ന് ചൈനയും അതുപോലെ ഹോങ്കോങ് മാർക്കറ്റുകളും ഉയരുകയുണ്ടായി. ഹോങ്കോങ് മാർക്കറ്റ് 4% മുകളിലും ചൈനീസ് മാർക്കറ്റ് 3.23% ഉയർന്നുമാണ് ക്ലോസ് ചെയ്തത്. ഓപ്പൺ ചെയ്ത ഏഷ്യൻ മാർക്കറ്റുകളിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ 22,000 എന്ന മാർക്ക് പിന്നിട്ട് കഴിഞ്ഞു. 22,109 എന്ന നിലയിലാണ് ഗിഫ്റ്റ് നിഫ്റ്റി ഉള്ളത്. 0.48% ഉയർന്നാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ 130 മുതൽ 140 പോയിന്റ്സിന്റെയൊക്കെ ഒരു ഗ്യാപ്പ് അപ്പ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. മറ്റ് ഏഷ്യൻ മാർക്കറ്റുകളിൽ നിക്കി മാർക്കറ്റ് 0.05% നേട്ടത്തിൽ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. കോസ്പി മാർക്കറ്റ് 1.61% ഉയർന്നാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ജക്കാർത്ത കോമ്പോസിറ്റ് 0.68% ഉയർന്നും സിംഗപ്പൂർ മാർക്കറ്റ് 0.27% ഇടിഞ്ഞുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഓയിൽ പ്രൈസുകൾ ചൊവ്വാഴ്ച പുറത്തിറക്കിയ എനർജി ഇൻഫർമേഷൻ ഏജൻസിയുടെ കണക്കുകൾ പ്രകാരം ശീതകാല കൊടുങ്കാറ്റ് കാരണം ജനുവരിയിൽ 12.6 ദശലക്ഷം BPD പ്രൊഡക്ഷൻ എത്തി. ഡിസംബറിൽ പ്രതിദിനം 13.3 ദശലക്ഷം എന്ന റെക്കോർഡ് നിലയിലായിരുന്നു US ക്രൂഡ് ഉണ്ടായിരുന്നത്. എന്തായാലും ഇന്നലെ ചെറിയ നേട്ടത്തിലാണ് US ക്രൂഡ് ക്ലോസ് ചെയ്യുന്നത്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഉള്ളത് $78.95 പെർ ബാരൽ എന്ന നിലയിലാണ്. 0.38% ഉയർന്നാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. WTI ഉള്ളത് $73.69 പെർ ബാരൽ എന്ന നിലയിൽ 0.52% ഉയർന്നും ട്രേഡ് ചെയ്യുന്നു. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകൾ ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ റോയിറ്റേഴ്സ്, മിന്റ്, ET Now, മണി കൺട്രോൾ തുടങ്ങിയ ധാരാളം സൈറ്റുകളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ബാക്കിയുള്ളതെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും അതൊന്നും റെക്കമെൻഡേഷൻ ആയിട്ട് ആരും തന്നെ എടുക്കരുത്. എങ്കിൽ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. നന്ദി.